ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പഠിച്ചു തുടങ്ങി. പലരും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല, ചിലർ അപേക്ഷിച്ചു, ചിലർ അപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ള പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവിടുത്തെ ജോലി എന്താണ്, അത് നമുക്കൊരു എന്താ പറയുക, ഒരു നല്ലൊരു ജോലിയാണോ, അത് ഒരു കുഞ്ഞു ജോലിയാണോ എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അപേക്ഷിച്ചവരാണെങ്കിലും എന്താണ് ആ ജോലി, എവിടെയാണ് ആ ജോലി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുകയാണ്, ഇവിടെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഇതാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത്. പോസ്റ്റിന്റെ പേരെന്ന് പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 527/2024 ആണ്. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട് എങ്കിൽ അത് അപേക്ഷിക്കാനുള്ള വഴി നോക്കുക. അതുപോലെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. പക്ഷെ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻ ഹാൻഡ് സാലറി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 25-നും 27-നും ഇടയ്ക്കുള്ള ഒരു സാലറി ആയിരിക്കും കിട്ടുന്നതെന്നോ മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അവിടെ എടുത്ത് നോക്കിയേക്കുക. ഓക്കെ. അതുപോലെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സിന്റെ ഇടയ്ക്കാണ്. മറക്കണ്ട, പ്രായപരിധി 18-നും 36 വയസ്സിനും ഇടയ്ക്കാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും അതുപോലെ തന്നെ മറ്റു സമുദായക്കാർക്കും പ്രായത്തിലുള്ളൊരു ഇളവുണ്ടല്ലോ, ആ ഇളവ് കൃത്യമായിട്ട് അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് OBC-ക്ക് 3 അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് 5 എന്നുള്ള ആ ഒരു വയസ്സിന്റെ ഇളവ് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം എന്ന് തന്നെയാണ്. അതായത് ഒരു LD എന്ന് പറയുന്നതിന്റെ എന്താണോ അതിന്റെ യോഗ്യത, അത് തന്നെയാണ് ഇവിടുത്തെ യോഗ്യത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒഴിവുകൾ എന്ന് പറയുന്നത് 14 ജില്ലകളിലുമാണ്, ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം. ആ നിയമനം എന്ന് പറയുന്നത് ഒഴിവുകൾ അനുസരിച്ചാണ് അവിടുത്തെ നിയമനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലുള്ള വിവിധ സപ്ലൈകോ സ്ഥാപനം എവിടെയൊക്കെയാണ് ജോലി എന്നുള്ളത് ഞാൻ അവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. അതുപോലെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജോലി എന്താണ്, അതായത് ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് ഒരു LDC നിങ്ങൾക്ക് കിട്ടി, അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്താണ് ജോലി എന്നതുപോലെ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അപേക്ഷിക്കണോ, പഠിക്കണോ, ഇതിന്റെ ജോലി ചെയ്യണോ എന്നുള്ളതൊക്കെ. നോക്കടാ, ഒന്ന് ഉപഭോക്തൃ സഹായം എന്ന് പറയും. അതായത് നമ്മൾ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പില് നിങ്ങളൊരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്നു എന്നതുപോലെ ഗവൺമെന്റിന്റെ ഒരു ഷോപ്പില് നിങ്ങളൊരു സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന ജോലി. ആ വരുന്ന ആൾക്കാർക്ക് ഉൽപ്പന്നങ്ങളെ തിരഞ്ഞെടുക്കാനും അതുപോലെ അവിടുത്തെ ഓഫറുകളോ എന്തെങ്കിലും പുതിയ സ്കീമുകളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്, ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് എന്നത് മനസ്സിലാക്കണം. അതുപോലെ ചില സമയങ്ങളിൽ ബില്ലിംഗ് കൈകാര്യം ചെയ്യുക, അതുപോലെ പണമിടപാട് നിയന്ത്രിക്കുക, അതുപോലെ ഉപഭോക്താക്കൾക്ക് രസീത് നൽകുക. അതായത് ബില്ലിംഗ് സെക്ഷൻ, നമ്മളിപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാന്റെ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് ചില പ്രത്യേക ഉത്തരവാദിത്വങ്ങൾ കൂടി നിർവഹിക്കേണ്ടി വരും. ബില്ല് കൈകാര്യം ചെയ്യുക, പൈസ ഇടപാടുകൾ നടത്തുക, അതുപോലെ ബില്ലിംഗ് അവർക്ക് ഉപഭോക്താക്കൾക്ക് രസീത് നൽകുക തുടങ്ങുന്ന ഉത്തരവാദിത്വം കൂടി ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് നിർവഹിക്കേണ്ടി വരും. പിന്നെ അദ്ദേഹത്തിന് ചെയ്യേണ്ട പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യണം, ഈ അവിടെയുള്ള സ്റ്റോക്കിന്റെ ലെവലുകൾ, അതായത് സ്റ്റോക്ക് എത്ര എന്നുള്ള കൃത്യമായിട്ട് പുള്ളിക്ക് ഉണ്ടായിരിക്കണം. അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് പുള്ളിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഈ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കഴിയുമ്പോൾ അതിനെ റീസ്റ്റോക്ക് ചെയ്യണം. അതുപോലെ എത്രത്തോളം സ്റ്റോർ വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാം വ്യക്തമായ കണക്ക് പുള്ളിയുടെ അടുത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അതുപോലെ നമ്മളാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണമെന്നത് പറഞ്ഞതുപോലെ അവിടെ എല്ലാം അടുക്കും ചിട്ടയുമായിട്ട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് പറയുന്നത് ഈ ഉപഭോക്താക്കളുടെ പരാതി, അവരുടെ അന്വേഷണങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മുടെ എന്താ പറയുക മറ്റു ജീവനക്കാർ അല്ലെങ്കിൽ ഇതിന്റെ നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുക, നിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ നീ സഹായിക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ സപ്ലൈകോ നയങ്ങൾ പാലിക്കുകയും സേവനത്തിലും പ്രവർത്തനത്തിലും നിലവാരം ഉയർത്തുകയും ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഒരു സപ്ലൈകോ അകത്തുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ജോലി എന്ന് പറയുന്നത് അതിനകത്തുള്ള A to Z കാര്യങ്ങളും ഉണ്ട്. അവന് സ്റ്റോക്കിൽ ഉത്തരവാദിത്വമുണ്ട്,
സ്റ്റോക്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം അവനുണ്ട്. ഒരു പ്ലസ് പോയിന്റ്, എല്ലാ പ്ലസ് പോയിന്റും പറയുമ്പോഴും കൂട്ടത്തിൽ നമ്മൾ അതിന്റെ നെഗറ്റീവും കൂടി പറയണമല്ലോ. അതുകൊണ്ട് അതുകൂടി എടുത്ത് പറയുന്നത്. ഫുൾ ഉത്തരവാദിത്വം ആ വ്യക്തിക്കുണ്ടെന്ന് മനസ്സിലാക്കണം. ചില സ്ഥലങ്ങളിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കാണും. ആ ഉദ്യോഗസ്ഥനായിരിക്കും ബില്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതെങ്കിലും അവിടെ അദ്ദേഹം ഇല്ലാത്ത സാഹചര്യങ്ങളിലോ അദ്ദേഹം ഇല്ലാത്ത സ്ഥലങ്ങളിലോ ഈ ഉത്തരവാദിത്വം അസിസ്റ്റന്റ് സെയിൽസ്മാന് നിക്ഷിപ്തമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ. പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഇൻസെന്റീവ്സ് ഒക്കെ ഇത് സാധനം സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ കൊടുക്കാറുണ്ട്. അങ്ങനെയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റുള്ള ഒരാൾക്ക് എവിടെയാണ് ജോലി കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അവന്റെ ജോലി ഡിപ്പോകളിൽ അവന് ജോലി ഉണ്ടായിരിക്കും. ഡിപ്പോകളിലാണ് അവന് ജോലി. ഡിപ്പോകളിലെ ജോലി എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഡിപ്പോകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ലോഡ് വരികയോ ലോഡ് കൊണ്ടുപോവുകയോ ചെയ്യുന്ന സമയത്ത് അവന് ഓവർ ടൈം നിൽക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ പ്ലസ് മാത്രം ഞാൻ പറയില്ല, അവന്റെ ജോലി എന്താണെന്ന് വ്യക്തമായിട്ട് പ്ലസും മൈനസും ഞാൻ പറയും. ചിലർക്കത് മൈനസ് ആയിരിക്കാം ജോലി അധികം, പക്ഷെ ആ അധിക ജോലിയുടെ അല്ലെങ്കിൽ അധികം നിൽക്കുന്ന സമയത്തിനുള്ള കാശ് അവന് കിട്ടും എന്നതുകൂടി അവിടെ മനസ്സിലാക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു LD കാരന് കിട്ടുന്ന ഇൻഹാൻഡ് സാലറിയെക്കാളും കൂടുതൽ സാലറി ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഡിപ്പോയിൽ വർക്ക് ചെയ്യണം. ആ ഡിപ്പോയിൽ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അധിക സമയം നിൽക്കേണ്ട ഒരു സാഹചര്യം വരാം എന്ന് മനസ്സിലാക്കണം. അടുത്തത് മാവേലി സ്റ്റോറിൽ ജോലി കിട്ടും. മാവേലി സ്റ്റോറിലെ ടൈം എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ രാത്രി 7 മണി വരെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ടൈം നിൽക്കുന്നതിനുള്ള DA അവന് കിട്ടും. അതുപോലെ മാവേലി സൂപ്പർ സ്റ്റോറിൽ അവന് ജോലി ചെയ്യേണ്ടി വരും. 9:30 മുതൽ 7 മണി വരെയാണ് അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അതുപോലെ മാവേലി സൂപ്പർ മാർക്കറ്റിൽ 10 മുതൽ 8 മണി വരെയാണ്. അതുപോലെ മാവേലി ഹൈപ്പർ സ്റ്റോറിലാണെങ്കിൽ 10 മുതൽ 8 മണി വരെയാണ്. ഇനി പീപ്പിൾസ് ബസാറിലാണെങ്കിലും അതുപോലെ തന്നെ 10 മുതൽ 8 മണി വരെയാണ്. ഇനി NFSA ഗോഡൌൺ, അതായത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളെ സംസ്ഥാനങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന സ്ഥലമാണ് NFSA ഗോഡൌൺ എന്ന് പറയുന്നത്. ആ NFSA ഗോഡൌണിൽ നിന്നും നമ്മുടെ ഈ സാധനങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ ആ ഗോഡൌണിൽ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നതും 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് എവിടെ കിട്ടുന്നു എന്നുള്ളത് അവരവരുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. എവിടെ ആയാലും മറ്റു സാധാരണ ഒരു സർക്കാർ ജോലിക്കാരന്റെ ടൈമിനേക്കാളും ഒരല്പം കൂടുതൽ ടൈം അവൻ വർക്ക് ചെയ്യുന്നു. പക്ഷെ അതിനനുസരിച്ച് അവന് സാലറിയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനനുസരിച്ചുള്ള സാലറി അവന് കിട്ടും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഇൻഹാൻഡ് സാലറി ഒരു LDയെക്കാളും കൂടുതൽ കിട്ടുമെന്ന് മനസ്സിലാക്കണം. ഇനി LDയെ പോലെ ഒരിടത്ത് ഇരുന്നുള്ള ജോലി അല്ല എന്നത് മനസ്സിലാക്കണം. നമ്മളൊരു കടയിൽ ജോലിക്ക് പോകുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെ പോലെയാണ് നമ്മളും. പക്ഷെ നമ്മളൊരു ഗവൺമെന്റ് സാലറി വാങ്ങിക്കുന്ന ഒരു സ്റ്റാഫാണ് എന്നുള്ളതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ജോലി ഒട്ടും കുറവുള്ള ജോലിയൊന്നുമല്ല, ഗവൺമെന്റ് ജോലി തന്നെയാണ്. എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ജോലി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാറ്റർഡേ നിങ്ങൾക്ക് അവധി കാണില്ല, പക്ഷെ അതിനുള്ള സാലറി നിങ്ങൾക്ക് പ്ലസ് ആയിട്ട് കിട്ടും. അന്നത്തെ ദിവസത്തെ സാധാരണ ഒരു ദിവസത്തെ സാലറിയേക്കാൾ കൂടിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മൊത്തം ടോട്ടൽ കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 26,000-നോളം അടുപ്പിച്ച് സാലറി പിടുത്തം എല്ലാം കഴിഞ്ഞിട്ട് 26,000-നോട് അടുപ്പിച്ച് എന്ത് കിട്ടും, സാലറി കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരോ അപേക്ഷിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരും ഒന്ന് ചിന്തിക്കുക. എല്ലാം ഗവൺമെന്റ് ജോലി തന്നെയാണ്. ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടും അതിൻ്റെതായ ഒരു പ്രൗഢിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒരിക്കലും ഒരു കുറഞ്ഞ ജോലി അല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രത്യേകിച്ച് LD പോലുള്ള പരീക്ഷകൾ LGS ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സുവർണ അവസരമാണ്. പഠിച്ചതിന്റെ ബാക്കി കൂടെ പഠിച്ച് അവർക്കൊരു ജോലിക്ക് കയറാൻ ശ്രമിക്കാം. ഇവിടെ നമുക്കൊരു പ്രത്യേകത, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനുണ്ട്. ഇത് ഒരൊറ്റ പരീക്ഷയാണ്, ശ്രദ്ധിക്കണം, ഒറ്റ പരീക്ഷയാണ്. 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. കഴിഞ്ഞ വർഷം
പക്ഷെ ഈ വർഷം ഈ തവണ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഏകദേശം 20 അല്ലെങ്കിൽ 10 മാർക്കിന് എന്തായാലും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക് കൂടെ നമ്മൾ വളരെ എളുപ്പമോ വലിയ സംഭവമൊന്നുമല്ല സ്പെഷ്യൽ ടോപ്പിക്. ആ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ജോലിക്കുള്ള സാധ്യത ഉള്ള ഒരു സാധനം തന്നെയാണിത്. വീണ്ടും ഇവിടുത്തെ ഒരു നെഗറ്റീവും കൂടെ ഞാൻ എടുത്തു പറയുന്നു. പൊതുവെ ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇതിന് നിയമനങ്ങൾ കുറവാണ്. പക്ഷെ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല നിയമനങ്ങൾ. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറുമ്പോൾ നിയമനങ്ങളിലും ഉറപ്പായിട്ടും വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2-3 വർഷത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴേ അതിനെ കണക്ക് കൂട്ടിക്കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കും അന്നും എന്ന് വിചാരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാതെ മാർക്ക് ലിസ്റ്റ് പിന്നെ റാങ്ക് ലിസ്റ്റിൽ വരാതെ വേണ്ട ഇത് നമുക്ക് വന്നാലും കിട്ടില്ല എന്ന ഒരു എന്താ പറയുക ഒരു ചിന്തയില് നമ്മൾ ഇരുന്നാൽ ചിലപ്പോൾ നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുക. നിങ്ങൾ സാധാരണ പരീക്ഷയെ പോലെ തന്നെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നമ്മുടെ സൂപ്പർ നോട്ട്സ് അക്ഷയം എന്ന് പറഞ്ഞൊരു ബാച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തുടങ്ങുന്നുണ്ട്. 26-ാം തീയതിയാണ്, അതായത് റിപ്പബ്ലിക് ഡേയുടെ അന്ന് ജനുവരി 26-ാം തീയതി അക്ഷയം ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചിൽ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ബാച്ചിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2699 രൂപയാണ്. എത്രയാണ്? 2699 രൂപയാണ് നമ്മുടെ ബാച്ചിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എല്ലാ സബ്ജക്റ്റും ഏതൊക്കെ അധ്യാപകരാണ് പഠിപ്പിക്കുന്ന ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ എല്ലാം നല്ല തറവാക്കി നിങ്ങളെ സെറ്റാക്കിയിട്ടേ വിടത്തുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനെ കീഴടക്കാൻ പറ്റുള്ളൂ. അപ്പൊ 26-ാം തീയതി അക്ഷയം ബാച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകളെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം. കാരണം അതൊരു മെയിൻ പരീക്ഷ പോലെയാണ്. ഒരു പ്രിലിംസ് പരീക്ഷ പോലെ ഉള്ളതല്ല, ഒരു മെയിൻസ് പരീക്ഷ പോലെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ നമുക്ക് അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അതെല്ലാം നമ്മൾ നല്ല സൂപ്പറായിട്ട് നിങ്ങളെ സെറ്റാക്കി വിടും. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത നമുക്ക് തരുന്ന ഇന്ന് നമ്മളിപ്പോൾ ഒരു സബ്ജക്ട് ഇംഗ്ലീഷിലെ ഒരു റിപ്പോർട്ടർ സ്പീച്ച് ആണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പിറ്റേ ദിവസം നിങ്ങളെ കൊണ്ട് പരീക്ഷ നടത്തിപ്പിക്കും. അപ്പോൾ അങ്ങനെ അന്നന്ന് പഠിപ്പിക്കുന്ന സാധനത്തിൻ്റെത് പിറ്റേ ദിവസം ഒരു പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾ എത്രത്തോളം ആ സാധനം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ ഇത് എന്താണെന്ന് അറിയാതെ എടുത്ത് ആഴമറിയാതെ എടുത്ത് ചാടണ്ട. ഈ ബാച്ചുകളിൽ ആരൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റിൽ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡെമോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളുടെയും ഡെമോ നിങ്ങൾക്ക് കിട്ടും. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാത്തിൻ്റെയും നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ അതിനകത്തുണ്ട്. ആ ക്ലാസ്സുകളെ ആദ്യം കാണുക. കണ്ടതിന് ശേഷം നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി. ഇവിടെ അഡ്മിഷൻ എടുക്കണോ, പഠിക്കണോ, ഇവിടെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ ചാടിക്കയറി നിങ്ങൾ ആരും അഡ്മിഷൻ എടുക്കണ്ട എന്ന് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അല്ലാതെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണ്ട. അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നമ്മുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കാണിക്കാൻ ഒരു അവസരം നമ്മൾ ഒരുക്കി തന്നിട്ടുണ്ട്. ആ അവസരത്തെ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ ബാച്ച് നമ്മൾ 26-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കാത്ത ആൾക്കാർ അപേക്ഷിക്കുക. അതാണ് ഏറ്റവും ആദ്യം. അതാണ്. ഇനി നിങ്ങൾക്ക് അപേക്ഷിച്ചിട്ട് പിന്നീട് എഴുതണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുക, അപേക്ഷിക്കുന്ന ടൈമിന് ഇപ്പൊ അപേക്ഷിച്ച് വെച്ചേക്കുക. നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ പിന്നീട് മാറിയാലോ, പിന്നീട് പരീക്ഷ എഴുതണം തോന്നിയാലോ, അതുകൊണ്ട് എന്ത് ചെയ്യുക, അപേക്ഷിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.